നോമ്പുകാലത്തെ അവസാന ബുധനാഴ്ച വിശുദ്ധ വാരത്തിൻ്റെ മധ്യഭാഗത്തായി നാം നിൽക്കുമ്പോൾ ഏറെ ഗൗരവമേറിയ ഒരു ആത്മീയ ചിന്തയാണ് ഇത് നൽകുന്നത്. 40 ദിവസത്തെ നോമ്പിൻ്റെയും പ്രാർത്ഥനയുടെയും അവസാന ഘട്ടത്തിലാണ് നാം. ഈ ബുധനാഴ്ച കാൽവരിയിലേക്കുള്ള യാത്രയിലെ ഏറ്റവും വേദനാജനകമായ ഒരു വഴിത്തിരിവാണ്. യൂദാസ് 30 വെള്ളിക്കാശിനായി യേശുവിനെ ഒറ്റിക്കൊടുക്കാൻ തീരുമാനിച്ച ദിവസമാണിത്. ഒരുപക്ഷെ നാം ചിന്തിച്ചേക്കാം, ഞാൻ ഒരിക്കലും യേശുവിനെ ഒറ്റിക്കൊടുക്കില്ല എന്ന്. എന്നാൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ചെറിയ ലാഭങ്ങൾക്കോ അഹങ്കാരത്തിനോ സ്വാർത്ഥതയ്ക്കോ വേണ്ടി നാം സത്യത്തെയും നീതിയെയും ബലികഴിക്കുമ്പോൾ നമ്മളും ആ വെള്ളിക്കാശുകളെ സ്നേഹിക്കുകയല്ലേ? എൻ്റെ ജീവിതത്തിൽ യേശുവിനേക്കാൾ വലിയ വില ഞാൻ നൽകുന്നത് എന്തിനാണ്? പണത്തിനോ പദവിക്കോ അതെയോ സ്വന്തം ഇഷ്ടങ്ങൾക്കോ? ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെ ചുംബനത്താലാണ് യേശു ഒറ്റിക്കൊടുക്കപ്പെട്ടത്. ഇത് സ്നേഹത്തിൻ്റെ മുഖം മൂടി അണിഞ്ഞ വഞ്ചനയാണ്. നമ്മുടെ ബന്ധങ്ങളിൽ നാം എത്രത്തോളം ആത്മാർത്ഥത പുലർത്തുന്നുണ്ട്? പുറമേ സ്നേഹം നടിക്കുകയും ഉള്ളിൽ വെറുപ്പ് സൂക്ഷിക്കുകയും ചെയ്യുന്ന അവസ്ഥയിൽ നിന്ന് മോചനം നേടാൻ ഈ ബുധനാഴ്ച നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നാളെ പെസഹ വ്യാഴമാണ്. സ്നേഹത്തിൻ്റെ വിരുന്നിൻ്റെയും വിനയത്തിൻ്റെയും ദിനമാണ്. അതിനു മുമ്പുള്ള ഈ ബുധനാഴ്ച ഒരു വലിയ നിശബ്ദതയുടേതാണ്. കേരളത്തിലെ എല്ലാ പള്ളികളിലും ഈ വൈകുന്നേരം മുഴങ്ങുന്ന പ്രാർത്ഥനകൾ വരാനിരിക്കുന്ന കഷ്ടാനുഭവങ്ങളുടെ മുന്നോടിയാണ്. ഈ മൗനത്തിൽ നമ്മുടെ ആത്മാവിനെ ഒന്ന് ശുദ്ധീകരിക്കാം. ഈ നോമ്പുകാലം അവസാനിക്കാറായി. ഞാനെടുത്ത തീരുമാനങ്ങളിൽ എത്രത്തോളം നാം ഉറച്ചു നിന്നോ? എൻ്റെ ഉള്ളിലെ യൂദാസിനെ തിരിച്ചറിയാൻ എനിക്ക് കഴിഞ്ഞോ? ഒറ്റിക്കൊടുക്കാൻ പോകുന്നവനെ അറിഞ്ഞിട്ടും അവനോടൊപ്പം ഭക്ഷണം കഴിച്ച് യേശുവിൻ്റെ ആ വലിയ ക്ഷമ എനിക്കുണ്ടോ? എന്നെ വേദനിപ്പിച്ചവരോട് ഈ നോമ്പ് അവസാനിക്കും മുമ്പ് എനിക്ക് ക്ഷമിക്കാനാകുമോ? പെസഹ വ്യാഴം മുതൽ ദുഃഖശനി വരെയുള്ള വിശുദ്ധ ത്രിദിനങ്ങളിലേക്ക് പ്രവേശിക്കാൻ എൻ്റെ ഹൃദയം ഒരുങ്ങിയോ? കർത്താവായ യേശുവേ, നോമ്പുകാലത്തെ ഈ അവസാന ബുധനാഴ്ചയിൽ ഞങ്ങൾ നിന്റെ മുമ്പിൽ നിൽക്കുന്നു. ലൗകിക ലാഭങ്ങൾക്കായി നിന്നെയും നിന്റെ വചനത്തെയും തള്ളിപ്പറയാതിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. വരാനിരിക്കുന്ന നിന്റെ പീഡാനുഭവങ്ങളിൽ ഭക്തിയോടെ പങ്കുചേരാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കണമേ. ആമേൻ.